സുഹൃത്തുക്കളെ, ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് ജില്ലയിലെ വേങ്ങേരിയിലൊരു വലിയ വിശാലമായ 42 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു പച്ചക്കറി മാർക്കറ്റുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടെ ജൈവ പച്ചക്കറി വെക്കുന്ന ഒരു ചേട്ടനുണ്ട്, നാരായണൻ ചേട്ടൻ. ഞങ്ങൾ സ്നേഹത്തോടെ നാരായണൻ ചേട്ടനെ വിളിക്കാം. ഞാൻ ഇപ്പോൾ നാരായണൻ ചേട്ടൻ്റെ മുന്നിലുള്ള ഈ ഷോപ്പിൻ്റെ മുന്നിലുള്ളത്. നമുക്ക് നാരായണനോട് ഇതിൻ്റെ കടേൻ്റെ പേര് പറഞ്ഞാൽ നാരായണൻ്റെ കട എന്നാണ്. അപ്പോൾ നമുക്ക് നാരായണൻ്റെ കടേനെ പറ്റിയിട്ടും അതിൻ്റെ വിശേഷങ്ങളൊന്ന് അറിയാം. നമുക്ക് ഏട്ടനടുത്ത് ഒന്ന് പോകാം. ചേട്ടൻ്റെ പേരെന്താ? സതീഷ്. കുറേ കാലമായി ഇവിടെ സാധനമാണ്? 6-7 മാസമായി. 6 മാസം. പിന്നെ അറിഞ്ഞത്. സാധനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സാധനമൊക്കെ നല്ല ഓർഗാനിക് ക്വാളിറ്റി സാധനം, വിഷം ഒന്നും ഇല്ലാത്ത. വിഷമില്ലാത്തതാണ് വേണ്ടത്. സുഹൃത്തുക്കളെ, ഇതാണ് നാരായണൻ. കുറേ കാലമായി ഇവിടെ കച്ചവടം ചെയ്യുന്നു. എത്ര കാലമായി? ഞാൻ 2013 മുതൽ കച്ചവടം. 2013 മുതൽ. നിങ്ങൾ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ നാരായണൻ്റെ കട എന്ന് പറഞ്ഞാൽ. ഞാൻ ഇതിൻ്റെ കടേൻ്റെ പേര് നോക്കി, നാരായണൻ്റെ കട. ഇവിടെ ഓർഗാനിക് ആണ് നിങ്ങൾ വെക്കുന്നത്? ഓർഗാനിക്, 100% ഓർഗാനിക്. ഇവിടെ പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ? പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്ഥലത്ത് സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് പച്ചക്കറി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പച്ചക്കറിയുള്ളത് ചെറിയ ഇളവനുണ്ട്, കക്കിരി ഉണ്ട്, പിന്നെ മത്തനുണ്ട്, പിന്നെ പാഷൻ ഫ്രൂട്ട് ചെയ്യുന്നുണ്ട്. അല്ല, കച്ചവടം ഓൺലൈനല്ല. കച്ചവടം നമ്മൾ വിളിച്ച് പറയും. ആൾക്കാരുടെ നമ്മൾ വാട്സപ്പ് നമ്പർ ഉപയോഗിച്ചിട്ട് അവരെ പിക്ചർ ഇടും. അത് കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിക്കും, ഇന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് വേണം. അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സൊക്കെ അങ്ങനെ വരിക. അപ്പോൾ അവർ നമുക്ക് ഓർഡർ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ എടുത്തേക്കും. നമ്മൾ ഡെലിവറി ഇല്ല. ഡെലിവറി ആരാണ് വാങ്ങുന്നത് അവരുടെ റിസ്ക്കിലാണ്. ആ ഡെലിവറിക്ക് പൈസ കൊടുക്കാൻ നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. നമ്മൾ ഈ മാർക്കറ്റ് കിട്ടുന്നതിൽ ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കച്ചവടമായിട്ടാണ് ഞാനിത് കാണുന്നത്. ഒരു സർവീസിങ് കൂടി ഉണ്ട്. നല്ല സാധനം നല്ല ജനങ്ങളിൽ എത്തിക്കുക, അവരത് കഴിക്കുക, അസുഖങ്ങളിൽ നിന്ന് മോചനം നേടുക. അതാണ് നമ്മുടെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം. സുഹൃത്തുക്കളെ, നാരായണനെ എനിക്ക് അറിയുന്നതാണ്. നാരായണനെ കുറേ കാലം എനിക്ക് അറിയുന്നത്. ഒരു വീഡിയോ എടുക്കണം കുറേ കാലം ഞാൻ ആഗ്രഹിക്കുന്നു. നാരായണൻ ഈ പച്ചക്കറി മാർക്കറ്റിൻ്റെ ഉള്ളിൽ പാട്ടത്തിന് സ്ഥലം എടുത്തിട്ട് കൃഷി ചെയ്ത ആളാണ്. ഓർഗാനിക് കൃഷി, അതായത് വിഷമില്ലാത്തൊരു ഇങ്ങനത്തെ പച്ചക്കറികൾ ജനങ്ങൾ കൊടുക്കണം ആഗ്രഹിക്കുന്ന ആളാണ്. കൂടാതെ എൻ്റെ വീട്ടിൽ ഞാൻ ഒരുപാട് സാധനം ഉണ്ടാക്കുന്നുണ്ട്, ഫ്രൂട്ട്സ്, പല സാധനങ്ങളും. അതൊക്കെ നാരായണൻ ഞാൻ കൊടുക്കാറ്. ഒരുവിധം സാധനങ്ങളെല്ലാം നാരായണൻ കൊടുക്കാറ്. അപ്പോൾ ഇവിടുന്ന് വാങ്ങുന്ന ആൾക്കാർ ഭയങ്കര തൃപ്തരാണ്. അപ്പോൾ വളരെ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നത് സാധനം വാങ്ങാൻ. അപ്പം ഇതാണ് നാരായണൻ്റെ കട. ഇനി നാരായണൻ കൃഷി ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്, അതുകൂടി ഒന്ന് കാണിച്ചുതരാം. അവിടെ നാരായണൻ പറിക്കുന്നത് വേണം കാണിച്ചുതരാം. അവിടെ ഇപ്പം എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? ചെറിയ ഇളവനുണ്ട്. ആ ഇളവൻ പറിക്കുന്നത് കൂടി നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് പറിച്ചു കൊടുക്കുകയാണ്. കൃഷി ഉണ്ടാക്കി പറിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അത് വിഷമില്ല. ഒരുപാട് കൃഷി ചെയ്ത് പാരമ്പര്യമുണ്ട്. നിങ്ങൾ ഫാർമേഴ്സ് ട്രെയിനിങ് സെന്ററിലൊക്കെ പോയിട്ട് ഒരുപാട് ട്രെയിനിങ് എടുത്താണ്. ഇതാണ് ഈ കക്കിരി ഒന്നും മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഈ സാധനം ഇത് വരുന്നത് പെരുവയിൽ ഒരു എക്കോ ഷോപ്പ് നടത്തുന്ന ജയപ്രകാശ് ഉണ്ട്. ഓർഗാനിക്, 100% ഓർഗാനിക്. അല്ലാണ്ട് ഈ കാപ്പ ഉണ്ടോ? ഇതൊന്നും ഈ മാർക്കറ്റിൽ കിട്ടുന്ന കാപ്പയല്ല. ഇതൊക്കെ ഒറിജിനൽ ഓർഗാനിക്കാണ്. അത്രയും പരിശുദ്ധമായ സാധനം. ഇത് വേണേൽ നിങ്ങളോട് കഴുകാണ്ട് കഴിക്കാം. പക്ഷേ ഇതിനോട് പൊടി പറ്റും. റോഡ് സൈഡിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് പൊടി പറ്റും. ആ പൊടി പോകാൻ വേണ്ടി മാത്രം കഴിയാൽ മതി. മഞ്ഞളോ വിനാഗിരി ഒന്നും ഉപയോഗിച്ച് കഴുകണ്ട. ക്ലീൻ സാധനമാണ്. ഇത് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം വയറിന് ഗുണമാണ്, ആരോഗ്യത്തിന് ഗുണമാണ്. ചെറിയ മക്കൾക്ക് വരെ ഇത്തരം ഫുഡ് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇവിടെയുള്ള പച്ചക്കറീൻ്റെ ഉടമസ്ഥന്മാരുടെ പേര് നമുക്ക് പറയാൻ പറ്റും. ഒരു വീഡിയോക്കാരന് അത് പറയാൻ പറ്റില്ല. പറ്റുമോ? അതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആളെ പേര് നമുക്ക് ഇത് ജയപ്രകാശൻ്റെ ആണ്, ഇത് പുഷ്പൻ്റെതാണ്, ഇത് മുഹമ്മദ് അലീൻ്റെതാണ്, ഇങ്ങനെ പറയാൻ പറ്റും. ഈ ക്യാബേജ്, കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ്, ഉള്ളിയൊക്കെ ഓർഗാനിക് വയനാട് ഓർഗാനിക് കൺസോർഷ്യം ഒരു കമ്പനി അവരുണ്ടാക്കുന്ന സാധനമാണ്. പന്തൽ കാണാം പോലെ പറയാം. ഇതാണല്ലേ? ഇതെന്നാ തുടങ്ങിയത്? ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 മാസമാകുന്നു. മൂന്നാമത്തെ മാസം ഡിസംബറിൽ തുടങ്ങി. ഡിസംബറിൽ തുടങ്ങിക്കഴിഞ്ഞാൽ 3 മാസമായി. 3 മാസം ആകുമ്പോഴേക്കും നമുക്ക് ഇത്ര വലുപ്പത്തിലുള്ള ചെറിയ ഇളവന് കിട്ടും. ഇവിടുന്ന് ഡയറക്റ്റ് ആവശ്യക്കാരൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഒരു 4-5 എണ്ണം പറിച്ചിപ്പോൾ ഷോപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വന്നാൽ ഇവിടുന്ന് പറിച്ചു കൊടുക്കും. ഇതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒഴിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഒറിജിനൽ ജൈവമാണ്. കാരണം കടല പിണ്ണാക്ക്, വേപ്പം പിണ്ണാക്ക് ഞാൻ കാണാറുണ്ട്. കാണാം. ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സീമൊക്കെ തന്നെ ഇലയിട്ട് പൊളിപ്പിച്ചിട്ട് ശർക്കര ഇടും, സ്മെല്ല് വരാതിരിക്കും. അടുത്ത ആൾക്ക് ഇപ്പോൾ സ്മെല്ല് വരാതിരിക്കാൻ ശർക്കര ഇടും. ശർക്കരേൻ്റെ പൊടിയോ ശർക്കര ഇടും. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. കീടങ്ങൾ പോകാനാണ് ഇത് ഫെറമോൺ കെണി എന്ന് പറയും. ഒരു കെണിയുണ്ട്. ഒരു മരുന്നും അടിക്കേണ്ട. ആ കെണി അതിൽ പാത്രം നിറയെ ഇപ്പോൾ ഈച്ച വീണുണ്ട്. ആ ഈച്ചയാണ് ഇതിൽ കുത്തുണ്ടാക്കുന്നത്. വിളവെടുക്കാൻ പോകാം. വിളവെടുക്കാൻ പോവാം. ഇതാണ് സാധനം. ഇത് ഈ മൂപ്പത്തിയില്ല, നല്ല പ്യുവറാണ്. നിങ്ങൾക്ക് ഒരു സംശയം ഇല്ലാണ്ട് കഴിക്കാൻ പറ്റുന്നത്. ഇതുണ്ടോ? നല്ല മുത്തുമണി കോവക്ക. ഇത് ഫുൾ കോവക്കയാണ്. ഇതിനൊന്നും മരുന്നടിക്കില്ല. അതാണ്, ഒരു മരുന്നടിക്കാണ്ട് ഇങ്ങനെ പറിച്ചിട്ട് വേണേൽ ഇതിൻ്റെ അകത്തുനിന്ന് കഴിക്കുക ധൈര്യമായിട്ട്.
ഇതിലെന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇതല്ലേ ജൈവവളം? ഇത് ജൈവവളം. എല്ലുപൊടി, ശീമക്കൊന്നിൻ്റെ ഇല, പിന്നെ കടലപ്പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്, ചാണകം, ഇതെല്ലാം കൂടി ഇട്ടിട്ട് പുളിപ്പിക്കും. ഇത് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശർക്കര ഇടും. ഇതിപ്പോൾ 2ാം ദിവസമാണ്. നാളെ ചാണകം ഇടും, മറ്റന്നാൾ ശർക്കര ഇടും. അങ്ങനെ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സ്മെല്ല് ഉണ്ടാവില്ല, പിന്നെ വളവും നന്നാവും, ഒരു പുളിപ്പ് ഉണ്ടാവും. ഇതിന് ഇത് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചെടുക്കും. ഡയലൂട്ട് ചെയ്യും. ഒരു മഗ്ഗിന് 10 മഗ്ഗ് വെള്ളം ഒഴിച്ചിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചെടുക്കും. ഇതാണ് ഇതിൻ്റെ ഭക്ഷണം. അടിപൊളി, സൂപ്പർ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ നാരായണൻ. അതായത് വിഷമില്ലാത്ത പച്ചക്കറി വിതരണം ചെയ്യുന്ന പച്ചക്കറി മാർക്കറ്റിലെ ആളാണ്. നാരായണൻ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. കുറേ കാലം, ഇപ്പോൾ എത്ര കാലം? 13 പേർക്ക്. അപ്പോൾ നാരായണൻ്റെ വിലപ്പെട്ട സമയം എൻ്റെ കൂടെ ചിലവഴിച്ചതിന് വളരെ നന്ദി. ഓക്കെ, നന്നായി വരട്ടെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സാന്നിധ്യം കാണിക്കുക. ഓക്കെ.